മനസ്സിലായോ? പാരമ്പര്യം എന്താന്ന് അല്ലേ? അവന്റെ മൊത്തം അറിവ് ആ അച്ഛൻ, അതാണ് ആ അച്ഛനിൽ കൂടി നമ്മുടെ കയ്യിൽ കിട്ടി, ആ അമ്മയിൽ കൂടി കിട്ടി. ഒരമ്മയ്ക്ക് MC സമയത്ത്, പീരീഡ് സമയത്ത് വയറ്റ് വേദന ഉണ്ടായിരുന്നു എങ്കിൽ അവരുടെ മോക്ക് ഡെഫിനറ്റ് ആയിട്ട് വയറ്റ് വേദന ഉണ്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. എവിടുന്നുണ്ടായി? അവളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടിയതായ ആ നൈസർഗികമായി കിട്ടിയിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ഇരട്ടിയാണ് ഇങ്ങോട്ട് മാറിയത്. അതിന് ഒരണ്ണാംകുഞ്ഞിന് മരം കയറാൻ ആരെങ്കിലും പഠിപ്പിക്കണം? അത് ഓടാൻ നേരത്തെ നെട്ടത്ത് കയറിയ ചാടി കയറി ഓടി അവനങ്ങ് പോവും. അതിപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് ട്രെയിനിങ് കൊടുത്താൽ അവനും കയറും മരത്തേല്, കയറൂലേ? പക്ഷെ കയറുന്നതിനൊരു പരിധിയുണ്ട്, ഇത്രേ കയറുള്ളൂ. അപ്പൊ പാരമ്പര്യ വൈദ്യന്റെ മക്കളെ വേണം ആയുർവേദം പഠിപ്പിക്കാൻ. ഒരു ആറ്റം മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അണു. ആ അണുവിൽ കൂടിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി മൊത്തവും നടക്കുന്നത്. എന്താണ് പാരമ്പര്യമെന്നും എന്താണ് നമ്മുടെ കഴിവെന്നും അതിൽ കൂടി നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. സകല അച്ഛൻ, ഒരു മദ്യപാനിയായ ഒരു അച്ഛന് ആ മദ്യം കഴിച്ചുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി തെമ്മാടിയായി പോയിരിക്കും, നിർബന്ധം, ഒരു സംശയവും വേണ്ട. കാരണം അവന്റെ അതേ ലഹരിയാണ് ഈ അണുവിൽ കൂടി ഇങ്ങോട്ട് പകർന്നു കൊടുത്തത്. നമ്മൾ ആ പാരമ്പര്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ആ കഴിവ്, ആ പാരമ്പര്യത്തിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകളെല്ലാം നമ്മൾ അതിനെ മുതലെടുക്കാനായിട്ട് നമ്മൾ ആരുടെ അടുത്ത്, ഒരു ഡോക്ടറെ അടുത്തും പോകേണ്ട കാര്യമില്ല, ആരുടെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യമേ മനസ്സിലാക്കേണ്ടുള്ളൂ. ആയുർവേദത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം പറ്റിയത് എന്താണെന്നറിയോ? അതൊക്കെ പറഞ്ഞുതരാം. ഇത് പഠിക്കാത്ത ഒരു MBBS എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ അവര് പോയിട്ട് അത് കിട്ടാതെ വരുമ്പോൾ കുഴല് മേടിക്കാൻ ആയുർവേദത്തിലേക്കാണ് പോകുന്നത്. അല്ല, മനസ്സിലായോ? അല്ലാതെ അവന് വാസന കൊണ്ടോ അല്ലോ ഇതുകൊണ്ടോ ഒന്നും അല്ല പോന്നേ. അവനൊരു ഡോക്ടർ ആവണം, അവന്റെ പേരിന്റെ പുറകിൽ ഒരു ഡോക്ടർ എന്നൊരു വേർഡ് കിട്ടണം, അതിനുവേണ്ടി പോയിട്ട് പഠിക്കുന്നു. ആ പഠിച്ചിട്ട് വരുന്നവനൊരു കുറുന്തോട്ടി കണ്ടാൽ പോലും തിരിച്ചറിയാത്തവന്റെ കൈ കൊണ്ടുവന്ന് ആയുർവേദം കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പോഴെന്തി പറ്റി? ഇപ്പൊ ഈ പാരമ്പര്യ വൈദ്യന് കേരള ഗവൺമെന്റ് ഇപ്പൊ അംഗീകാരം കൊടുത്തു, പറഞ്ഞോ? കേരള ഗവൺമെന്റ് ഇപ്പം പാരമ്പര്യ വൈദ്യന് ഇപ്പൊ സർക്കാർ അംഗീകാരം കൊടുത്തപ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ സമരിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പൊ സമരം ചെയ്യാൻ പോവുകയാണ്. 1-ാം തീയതി മുതൽ സമരമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അവര് സമരം ചെയ്യുന്നത് ആരോടാണെന്നറിയോ? അവര് 10, 12, 14 ലക്ഷം രൂപ മുടക്കിയിട്ട് ആയുർവേദം പഠിച്ചിട്ട് അവര് വെളിയിൽ വന്നപ്പോൾ അവർക്ക് ഒന്നും പഠിക്കാത്ത ഞങ്ങൾക്ക് ഇത് ചികിത്സിക്കാനുള്ള കഴിവ് കിട്ടിയത് ഞങ്ങളുടെ കുറ്റാണ്. നീ ചികിത്സിച്ച് പഠിച്ചിട്ട് വാ, ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് വാ, ഒരു രോഗം മാറ്റിക്കാണീര്, കാണിച്ചിട്ട് നീ പറ പറ്റുമെന്ന്. ശരി, ഞങ്ങൾ സമ്മതിക്കാം. ഒരു രോഗം പോലും മാറ്റാൻ കഴിവില്ലാത്ത ഇവരെ കയ്യിൽ കൊണ്ടുവന്ന് ആയുർവേദം കൊടുത്തു കഴിഞ്ഞു. ഒരു മാനിന്റെ പുറകെ ഓടിയാൽ പോലും ജയിലിൽ പിടിച്ചിരുന്ന കാലത്ത് 1000 മാനിന്റെ പുറകെ പോകുമ്പോഴാണ് ഒരു മാനിനകത്ത് കസ്തൂരി ഇരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? 1 ഗ്രാം കസ്തൂരിക്ക് 1 ലക്ഷം രൂപ വിലയുണ്ട് ഇപ്പൊ. ഇവിടെ ടെണ്ണ് കണക്കിന് ആയുർവേദത്തിനകത്ത് കസ്തൂരാദി ഗുളിക വിറ്റുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നായത്? ഇതെഴുതി കൊടുക്കുന്നവൻ ഡോക്ടർ, ഇത് ഉണ്ടാക്കാതിരിക്കുന്ന കസ്തൂരാദി ഗുളിക ഉണ്ടാക്കാതിരിക്കുന്ന വൈദ്യന് ലൈസൻസ് ഇല്ല. മനസ്സിലായോ? അവനുണ്ടാക്കാൻ പറ്റില്ല, കാരണം അവനിതുണ്ടെങ്കിലേ ഉണ്ടാക്കുള്ളൂ. 31 ലിറ്റർ ദശമൂലാരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ 3 ഗ്രാം 750 മില്ലിഗ്രാം അതിനകത്ത് കസ്തൂരിയും ചേരണം. അപ്പം ഇന്ത്യ മഹാരാജ്യത്ത് കസ്തൂരി ദശമൂലാരിഷ്ടം ഉണ്ടാക്കാൻ പറ്റൂല. ബാക്കിയുള്ളതെല്ലാം കൂടെ ഉണ്ടാക്കിയാൽ പോലും 500 രൂപ കൊടുത്താൽ പോലും ഒരു ലിറ്റർ കിട്ടൂല. 500 രൂപ ഉണ്ടാക്കും. നിങ്ങളതിന്റെ യോഗം വായിച്ച് പഠിക്ക്, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലിറ്റർ ഐസ് ദശമൂലാരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ചെലവുണ്ടെന്ന്. പറ്റിയില്ല. അത് ഇപ്പൊ നമ്മൾ ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിലാണ് ഇപ്പൊ ആയുർവേദത്തിന്റെ കടയിരിക്കുന്നത്. അവിടെ നമ്മൾ ഒരു പൈന്റ് മേടിക്കുന്നു, ഇവിടുന്ന് ഒരു പൈന്റ് മേടിക്കുന്നു. രണ്ടുകൂടെ മിക്സ് ചെയ്ത് അടിക്കാനാണ് ഇപ്പം അരിഷ്ടങ്ങളും ആസവങ്ങളും. ഇതിനാണ് ലൈസൻസ് വേണ്ടുന്നത്. മനസ്സിലായ? പണ്ട് ഗ്രേപ്പ് വാട്ടർ കൊടുക്കുമായിരുന്നു കുട്ടികൾക്ക്, ഓർമ്മയുണ്ടാ? കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചാരായമായിരുന്നു ഈ കൊടുക്കുന്ന ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിടിച്ചപ്പോഴാണ് പ്രശ്നമായത്. കൊച്ചുങ്ങൾക്ക് കൊടുത്തോണ്ടെങ്കിൽ ഓരോ സ്പൂൺ ചാരായമായിരുന്നു. കൊച്ചി ചാരായ അടിച്ച് പിറ്റാവും. പിറ്റേ കൊച്ചു കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ പിന്നെയും കരയുമ്പോൾ വീണ്ടും ഉണരുമ്പോൾ പിന്നെ ലഹരി പോകുമ്പോൾ കൊച്ചു പിന്നെയും കരയും, വീണ്ടും കൊടുക്കും. ഇത് പിടിച്ച്. അതേപോലെ ഇപ്പൊ നിങ്ങൾ പ്രസവിച്ചു കഴിയുമ്പോൾ അവർക്ക് ദശമൂലാഷ്ടവും ജീരകാഷ്ടവും കൂടെ കൊടുക്കാൻ 2 ചാരായമാണ്. അവർ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഇതാണ് ആയുർവേദം. മനസ്സിലായ? ഈ ആയുർവേദത്തിനാണ് ലൈസൻസ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതുണ്ടാക്കുന്നവന്റെ കയ്യിൽ ലൈസൻസ്, ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. ആർക്ക്?
ശരിയായ വൈദ്യന് ഇവിടെ ആർക്കും വേണ്ട. അവന്റെ പേരിന്റെ അറ്റത്ത് ഇതില്ല, ABCDEF ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഡോക്ടർ ആകത്തുള്ളൂ. വലിയ കാറ് വേണം, വലിയ ഓഫീസ് വേണം, കറങ്ങുന്ന കസേര ഉണ്ടെങ്കിലേ ഡോക്ടർ ആകത്തുള്ളൂ. അല്ല അവന് ചികിത്സിക്കാൻ അറിയാമെന്നോ അവൻ എന്താ അറിയാമെന്നോ അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ 100 കണക്കിന് വൈദ്യന്മാർ ഓരോന്നിന്റെ സ്പെഷ്യലിസ്റ്റുകൾ കിടപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ 100 എണ്ണത്തിനെ പറഞ്ഞ ഞാൻ കാണിത്തരാം. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഇടിക്കുള വൈദ്യനുണ്ട്. ഏത് കണ്ണിന്റെ രോഗം കൊണ്ട് ചെല്ല് 100-150 രൂപ കൊടുത്താൽ മതി, അയാൾ കണ്ണിന്റെ കണ്ണാടി മാറ്റി വെച്ച് വിട്ടുവിടും. ഇടിക്കുള വൈദ്യൻ 95 വയസ്സുണ്ട്. അയാൾ പറഞ്ഞു ഇനി ഞാൻ ചാത്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം മൊത്തം ഞാൻ ചുട്ടുകളെന്ന് പറഞ്ഞിരിക്കുക. അയാൾ അത്രയ്ക്ക് ദേഷ്യം അയാൾക്ക്. അയാൾ ആരും അംഗീകരിക്കുന്നില്ല. പാത്തും പതുങ്ങിയും ഡോക്ടർമാർ വരെയാണ് അയാളെ കീഴിൽ ചെന്ന് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ കാണേണ്ടുന്നത്. പോയി എന്നിട്ട് അവര് നമുക്ക് കണ്ണാടി എഴുതി തരും. ആര്? തമാശയല്ല. നിങ്ങൾ ഞായറാഴ്ച എന്റെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം എത്ര പേര് വന്നിരിക്കുന്നെന്ന്. നിങ്ങൾ വേറെ എങ്ങും പോണ്ട. സത്യം അവിടെയാ. യഥാർത്ഥ വൈദ്യനെ ആർക്കും വേണ്ട. അവന് കളക്കാൻ അറിഞ്ഞൂടാ, മോട്ടിക്കാൻ അറിഞ്ഞൂടാ. ഒരു വൈദ്യൻ നന്നായ ചരിത്രം ഉണ്ടാ. ഏതെങ്കിലും ഒരു വൈദ്യം ബംഗ്ലാവ് വെച്ച് അവൻ താഴോട്ട് പോകുന്നതല്ല മേലോട്ട് പോയിട്ടുള്ള ഒറ്റ വൈദ്യരംഗം നമ്മുടെ നാട്ടിലുണ്ടാ. അവന് കക്കാൻ അറിഞ്ഞൂടാ. കക്കാൻ അറിയുന്നവരെ കൊണ്ടു കൊടുത്തു. അതാണ് എന്റെ തരിയായ രൂപം. അതിന് വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പങ്കജ കസ്തൂരി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പങ്കജ കസ്തൂരി. ഇത് 2 കൊല്ലം പൂട്ടിയിട്ടായിരുന്നു. ഇതിനകത്ത് ഡ്രഗ്സ് പിന്നെ സ്റ്റിറോയിഡ് ആണ് ചേർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ആ ചേർത്ത ഡോക്ടർ തന്നെ കേസ് കൊടുത്ത് പിരിച്ചുവിട്ടപ്പോൾ 2 കൊല്ലം പൂട്ടിയിട്ടായിരുന്നു. പിന്നെ അത് തുറന്നു. പക്ഷെ ആ തുറന്നപ്പോൾ നിങ്ങൾ ഏത് വ്യവസ്ഥയിലാണ് കാശ് വരിക്കുന്നത് നോക്കണം. പങ്കജ കസ്തൂരിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ. ആരാ ടിവിയില് ആരാ പരസ്യം ചെയ്യുന്നതെന്നറിയോ? മോഹൻലാലാണ് നമ്മുടെ ശ്വാസകോശത്തിന് ഗ്യാരണ്ടി തരുന്നത്. മനസ്സിലായി? ബ്രീത്ത് ഈസി ഞാൻ ഗ്യാരണ്ടി. ആര്? മോഹൻലാല്. ഇപ്പൊ പുതിയ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാലാണ്. എന്നാൽ അയാളുടെ ഈ പങ്കജ കസ്തൂരിയുടെ മുതലാളി ഡോക്ടറാണ്. നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് പങ്കജ കസ്തൂരിയുടെ മുതലാളി ഡോക്ടറാണ് ഹരീന്ദ്രൻ നായർ. ആ പുള്ളി എല്ലാ ഞായറാഴ്ചയും കൈരളി ടിവിക്കകത്ത് രാവിലെ വരുന്നുണ്ട് ജീവനം പ്രോഗ്രാമിനകത്ത്. എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടന്ന് ആഹാരം, എങ്ങനെ നടന്ന് വേണം ആയുർവേദം കഴിക്കാൻ, എങ്ങനെ ചരിഞ്ഞിരുന്ന് വേണം ആഹാരം കഴിക്കാൻ എന്നൊക്കെ പറയുന്ന ആള്. മനസ്സിലായോ? എങ്ങനെ നിന്ന് കഴിക്കണം, എങ്ങനെ ഇരുന്ന് കഴിക്കണം നമ്മളെ പഠിപ്പിക്കുന്ന ആ ഹരീന്ദ്രൻ നായർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ബ്രീത്ത് ഈസി ഞാൻ ഗ്യാരണ്ടിന്ന്. അയാൾ ഡോക്ടറാ. അത് പറയാൻ മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വന്നു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വന്നാലേ നമ്മൾ കഴിക്കത്തുള്ളത് നമ്മൾ തീരുമാനിക്കും. അവർക്കറിയാം. അയാൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. നിങ്ങൾ ആര് പറഞ്ഞാലേ കേൾക്കുള്ളൂ? അവർ പറഞ്ഞാലേ നിങ്ങൾ കേൾക്കുള്ളൂ. ഇത് മാറ്റണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ആദ്യം പോയിട്ടുന്ന മനസ്സിൽ നിന്നാണ്. വേണ്ട നമ്മുടെ പരസ്യത്തിന്റെ എങ്ങനെ വരുന്നതെന്ന് നോക്കണം. ഒരു തമാശ കാണിച്ചു തരാം. ഈ സ്വർണ്ണമൊക്കെ പരസ്യം വിൽക്കുന്ന ആരാണ്? പരസ്യം വരുന്ന ആരാണ്? സ്വർണ്ണത്തിന്റെയൊക്കെ പരസ്യം കാണിക്കാൻ വരുന്ന ആരാണ്? മോഹൻലാല്, മമ്മൂട്ടി, പിന്നെ ജയറാമ്, നമ്മുടെ ടോപ്പ് നടി ഉർവശി, ഹേമമാലിനി ഇവരൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? സ്വർണത്തിന്റെ പരസ്യം. കാര്യം എന്താണ്? ഒരു മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു കാരണവരുടെ സ്ഥാനത്താണ് നിങ്ങൾ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനസ്സിൽ. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്ന് ഈ കാണിക്കുന്നത്. എന്നാൽ ലോട്ടറി ടിക്കറ്റിന്റെ പരസ്യം വരുമ്പോൾ ആരെ കൊണ്ടുവരുന്നതറിയോ? ജഗതി, ഇന്ദ്രൻസ്, ഉണ്ടപ്പ ക്രൂസ് ഇവരൊക്കെ. എന്ത് തിരിച്ച് ശരിയല്ലേ? സത്യമല്ലോ. അതിന്റെ കാരണം ഉണ്ടതിന് ഈ നിങ്ങൾ നോക്കണം. ഈ ലോട്ടറി എടുക്കുന്നതല്ല ഇവരുടെ സ്റ്റാൻഡേർഡിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡിലും ആ തറയിൽ ലെവലിൽ പോകുന്ന ആൾക്കാരാണ്. ഈ ലോട്ടറി ടിക്കറ്റിനെ പുറകെ പോകുന്ന മമ്മൂട്ടിയുടെ ലെവലിലുള്ള ആൾക്കാരും ലോട്ടറി ടിക്കറ്റിനെ പുറകെ പോകില്ല. അപ്പൊ അവരെ സോപ്പിടണമെങ്കിൽ ഇവരെ കൊണ്ടുപോയി നിൽക്കണം. അതിന് തന്നെ അവരെ കൊണ്ടുവന്നു.